ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാൻ വേണ്ടി കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ബാക്കിയുള്ള സമയത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അത് മാത്രമേ പകർത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിൻ്റെ, അതായത് ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിലെ തെക്കേ അറ്റത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈദാകുമ്പോൾ വൈകുന്നേരം എല്ലാവരും തെക്കേറ്റത്തോട്ട് പോകും. എല്ലാവരും പോകും. 3/4% ആൾക്കാരും പോകും തെക്കേറ്റത്തോട്ട്. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ്വീപിലാണിത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് മുതലേ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇതിന് ഈവനിങ് ആകുമ്പോൾ എന്തായാലും എല്ലാവരും തെക്കോട്ട് പോകും, ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറേ കഥ പറഞ്ഞിരിക്കുക, അങ്ങനെ ഇത് റിസോർട്ടാണ് കേട്ടോ. അതായത് എൻ്റെ നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ആരും ഒന്നുമില്ല. ഇപ്പോൾ ഉള്ളത് വേറെ ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ എലക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എലക്ഷന് വേണ്ടിയിട്ട് ഡ്യൂട്ടിക്കൊക്കെ കരയിൽ നിന്ന് IRBക്കാരൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ദ്വീപിലുള്ള IRBക്കാരൊക്കെ അവരുടെ വീടുകളിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ട് പോണത് നമ്മളെ ദ്വീപിൻ്റെ ഹെലിപ്പാഡ് ഭാഗത്താണ്. അതായത് ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യണ പ്ലേസിലോട്ടാണ് നമ്മൾ പോണത്. ഇവിടെ ഒരുപാട് പേര് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് നമ്മളെ ചങ്ങായിമാരെ കൂടെ പഠിച്ചവരൊക്കെ നമ്മൾക്ക് ഇവിടെ കാണും. നമ്മളെന്ത് ചെയ്യും, ഫോട്ടോ ഒക്കെ എടുക്കും, സ്റ്റാറ്റസ് ഇടും, അങ്ങനെ കുറേ പരിപാടി. അങ്ങനെ അവിടെ നമ്മൾ പിന്നെ വന്നത് ഞങ്ങൾ ബീച്ചിൽ തെക്കേ അറ്റത്തോട്ട് പോവാണ്, ബീച്ചിൻ്റെ അറ്റത്തോട്ട്. അപ്പോൾ നമുക്ക് കണ്ടു നമ്മളെ ഈ കാക്കുവും പിന്നെ നമ്മുടെ ചെങ്ങായ അനൂവറും ഇവിടെ ഒന്നിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഇത് പറക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ബാക്ക് അടിച്ച് വീണ്ടും തെക്കോട്ട് നടത്ത്. അവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെയും കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് പണി. അതായത് നമ്മൾ ഈ ബീച്ചിലൂടെ ഇപ്പുറത്ത് കൂടെ വന്നാൽ അപ്പുറത്ത് കൂടെ മടങ്ങി പോവും. അതാണ് പതിവുള്ളത് കേട്ടോ. അപ്പം ഞാനും ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഫാസിലാണ്. പിന്നെ ബാക്കിയുള്ളവർ അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയില്ല, നമ്മൾ കറങ്ങി ഇങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതായിന്. പക്ഷെ അപ്പോൾ ഒരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഫോണ് ചാർജ് ഉണ്ടോയെന്ന് ഞാൻ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഫോൺ സഡൻലി സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ എന്താണ്, വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ ഇത് കഴിഞ്ഞാലും ഇതിൻ്റെ പിറ്റേ ദിവസവും ഇങ്ങനെ വൈകുന്നേരം തെക്ക് ഭാഗത്തോട്ട് പോകലുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം പോകലുണ്ട്, അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പോകലുണ്ട്. ഞാൻ പോകത്തില്ല, ഞാൻ ഒരു 2-3 ദിവസം പോയാൽ പോയി. പിന്നെ അതിൽ കൂടുതലൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഞാനും ഫാസിലും പിന്നെ ചങ്ങായിമാർ മുഫാഹിർ, യാസർ ഇവരൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങളെ നാട്ടിൻ്റെ തെക്കേ ഭാഗത്ത് ബീച്ചിലിരിക്കുകയാണ്. ഇത് ഓദിബ്രായ യാസർ, ഇത് ഫാസില്, ഇത് ഫാഹിർ. ഞങ്ങൾ അറിയാതെ വന്ന് പെട്ടുപോയി. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരോടെ ഇത് പെരുന്നാൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെന്താ പറയുന്നത് നമുക്ക് എന്തായാലും നോക്കാം. സാറേ, പെരുന്നാളായിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് അടിപൊളി? ബീച്ച് വൈബാ. ആറേ പെരുന്നാൾ എങ്ങനെയുണ്ട്? അതെന്നെ എടുക്കണ്ടായിരുന്നു മാറ്റി കുത്തിക്കും. ഫാസിലേ, പെരുന്നാൾ എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പെരുന്നാളിൻ്റെ ദിവസം തെക്കൻ തലയിൽ വന്നിരുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇത് മുബാറക് ടു. എത്ര ജനം. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ സ്വന്തം അച്ചു വന്നിരിക്കുന്ന അക്കൂന് നൗഫലും
ഷാബ പെരുന്നാൾ എങ്ങനെയുണ്ട്? അജ്മലെ പെരുന്നാൾ എങ്ങനെയുണ്ട്? യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവർ പോയി ഗൈസ്. അങ്ങനെ നമ്മളെ ചങ്ങായി അച്ചു വന്നു. അച്ചുവിനോട് കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ അച്ചുവിൻ്റെ നേരെ ക്യാമറ പിടിച്ചപ്പോൾ അച്ചു മുഖമൊക്കെ മറക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളെ മക്സൂദ് വന്നു, പാട്ടുകാരൻ അജ്മീർ വന്നു. അജ്മീറോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അജ്മീറിന് ഒരു ചാട. പാട്ട് പാടാൻ പറ്റൂല എന്തല്ലേ. അജ്മീർ പാട്ടൊക്കെ പാടുന്ന പുള്ളിക്കാരനാ, സോറി, പുള്ളിക്കാരൻ പാട്ടൊക്കെ പാടുന്ന ആളാണ്. അപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ കുരലൊന്നും ശരിയല്ല, പാട്ടൊന്നും ശരിയാവില്ല, ഇപ്പോൾ അങ്ങനെ പാടാൻ പറ്റൂല എന്ന് പറഞ്ഞു. സാരമില്ല, നമ്മൾ ഇത് വ്ളോഗിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് അല്ല മച്ചാമാരെ, ഇന്നലെ പെരുന്നാളായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. പെരുന്നാളിൻ്റെ ദിവസം വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇന്നുണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത്ര ആൾക്കാർ ആദ്യത്തെ ദിവസം ഇല്ലായിരുന്നു, പെരുന്നാളിൻ്റെ ദിവസം ഇല്ലായിരുന്നു. നാളെ കുറവായിരിക്കും, അങ്ങനെയാണ് പതിവ് ഉള്ളത്. രണ്ടാമത്തെ ദിവസം കൂടുതൽ വരലുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തോട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അബു ഇതെങ്ങനെയുണ്ട്? അടിപൊളി. അബു ഇതെങ്ങനെയുണ്ട്? അബു അല്ലോട്ടല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ബ്രദറായ അബുവിനെയും അബുവിൻ്റെ ചങ്ങായിയും കണ്ടു. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കാണുന്നത്. എല്ലാവരും പോവാണ്, ഇപ്പോൾ ഇരുട്ടാനായില്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകണത് എങ്ങോട്ടാന്ന് വെച്ചാൽ വേറെ സ്ഥലത്തോട്ടാണ്. വേറെ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കാണ്ട് നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പോകുമ്പോൾ കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം. ഇങ്ങനെ പോയാൽ അപ്പോൾ
പെരുന്നാളിൻ്റെ വ്ളോഗ് ഇടാൻ കുറച്ച് താമസിച്ചു എന്നറിയാം, കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടാത്തത്. പുതിയതായിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വ്ളോഗായിട്ട് ഇനി വരാം. സീ യു സൂൺ. ബൈ ബൈ.